ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലൂസ് ഫിറ്റ് ടൈപ്പ് ടോപ്സ്, അതേപോലെ തന്നെ അബായ കഫ്താൻ കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ ലൂസ് ടൈപ്പായി വരുന്ന ഒരു ഫുൾ ലെങ്ത്ത് സൈഡ് ഓപ്പൺ വരുന്ന ഒരു ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്ര കണ്ട് ലെങ്ത് ആണോ വേണ്ടത് 52 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ സ്ലീവ് കാര്യങ്ങളൊന്നും നമ്മൾ ജോയിൻ ചെയ്യാതെ കട്ട് ചെയ്യാതെ ആംഹോൾ കാര്യങ്ങളൊന്നും കട്ട് ചെയ്യുന്നില്ല. ഒരു അബായ സ്റ്റൈലിലാണ് സ്ലീവ് വരുന്നത് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 8 ഇഞ്ച് ഷോൾഡർ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ആ റൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആം ഹോളിൻ്റെത് നമ്മളൊരു 8 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് അറിഞ്ഞാലേ നമുക്ക് ആ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണ് അതിനോട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ലൂസ് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ലൂസ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഇറക്കം 3 തന്നെയാണ്. ഫ്രണ്ടിൽ നമ്മൾ 7 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഇതേപോലെ നമ്മൾ സ്ലോപ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ് നോക്കുന്നത്. ചെസ്റ്റ് അളവ് നമ്മുടെ എത്രയാണോ അതിന് എക്സ്ട്രാ നമുക്ക് എത്ര ലൂസ് വേണോ അങ്ങനെ ആഡ് ആക്കാം കേട്ടോ. 10 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവെങ്കിൽ ഒരു 2 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് ലൂസ് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 12 ഇഞ്ചിലാണ് ഞാനിവിടെ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൻ്റെ ലൂസ് ഒരു 10 ഇഞ്ച് വീതിക്കാണ് കേട്ടോ കയ്യിൻ്റെ ലൂസ് കൊടുത്തിട്ടുള്ളത്. ആ ലൂസിൻ്റെ അവിടുന്ന് നമ്മൾ താഴത്തേക്ക് ആ 12 ഇഞ്ച് വീതിക്ക് തന്നെ താഴത്തേക്ക് അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് പോകാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഹിപ്പ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ 12 ഇഞ്ച് വീതി തന്നെയാണ്. അതിൽ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ ലെങ്ത്ത് ഒരു 21 ഇഞ്ചിലാണ് നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. അവിടെ നമ്മൾ സൈഡ് ഓപ്പൺ കൊടുക്കുന്നതിനെ കൊണ്ട് അവിടെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് എവിടെ നിന്ന് സൈഡ് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സൈഡ് ഓപ്പണിന് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഒരുപാട് പിന്നെ സൈസായി പോകും. അപ്പം എക്സ്ട്രാ അവിടെ തയ്യൽ തുമ്പിന് നമ്മുടെ സൈഡ് ഓപ്പൺ നമ്മൾ കൊടുക്കുന്നില്ല. ബാക്കി എല്ലാത്തിനും നമ്മൾ കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നെക്ക് ഫ്രണ്ടിലും ബാക്കിലും ക്യാൻവാസ് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നെക്ക് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് ആ സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് ചെരിച്ചിങ്ങാണ്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ക്യാൻവാസ് നെക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വശം നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ വശം ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് എവിടെയാണ് നെക്ക് വെക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സൈഡ് ഓപ്പൺ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് 1 ഇഞ്ചിൽ നമ്മൾ ഇറക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് സൈഡ് ഓപ്പൺ ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിന് നമ്മളൊന്ന് മാർക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ക്യാൻവാസിലാണ് നമ്മൾ വീനക്ക് 7 ഇഞ്ച് ലെങ്ത്ത് 3 ഇഞ്ച് വിഡ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത്. ബാക്കിലും അതേപോലെ തന്നെ 3 ഇഞ്ച് വിഡ്ത്ത് 3 ഇഞ്ച് ലെങ്ത്തിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ക്യാൻവാസ് ഇതേപോലെ കട്ട് ചെയ്യുന്നത്. ഈ ക്യാൻവാസ് നമ്മളൊരു ക്ലോത്തിലെടുത്ത് അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അരുവൊക്കെ നമ്മൾ അടിച്ചതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ ആ സ്ലീവിൻ്റെത് മടക്കി അടിക്കാണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലെങ്കിൽ സ്ലീവിൻ്റെത് എക്സ്ട്രാ കുറച്ചും കൂടി സ്ലീവിൻ്റെ ലെങ്ത്ത് വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്നും കൂടി ആഡ് ആക്കുക. ഇതേപോലെ പീസ് എന്തെങ്കിലും വെച്ചിട്ട് ജോയിൻ ചെയ്യുക. എത്ര ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ആ സ്ലീവ് തമ്മിൽ ജോയിൻ ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാണ്. പിന്നെ സൈഡ് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്ത് 1 ഇഞ്ച് വീതിക്ക് നമ്മൾ സൂചി നിർത്തിയിട്ട് പിന്നെ അവിടെ നമ്മൾ സൈഡ് ഓപ്പൺ അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും